നമസ്കാരം. കുടിയിറക്കില്ല, കുടിവച്ചു നൽകും. സതീശൻ സർക്കാരിന് ഒരു പൊൻതൂവൽ. കേരളത്തിൽ ഭൂമി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. അവിടെയാണ് 60 വർഷം നീണ്ടുനിന്ന മലയിടം തുരുത്തിലെ ഭൂമി പ്രശ്നം അധികാരമേറ്റെടുത്ത് ഒരു മാസത്തിനുള്ളിൽ വി.ഡി. സതീശൻ സർക്കാർ പരിഹരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷം ആ കുടുംബത്തിലേക്ക് തിരിഞ്ഞു നോക്കാത്ത ഇടതു നേതാക്കൾക്ക് ബോധം വന്നപ്പോഴേക്കും പ്രശ്നം UDF രമ്യമായി തീർത്തിരിക്കുന്നു എന്നുള്ളതാണ്. വി.ഡി. സതീശൻ സർക്കാർ നേരിട്ട ആദ്യത്തെ അഗ്നിപരീക്ഷ അതിജീവിച്ചത് റോജി എം ജോണും സ്ഥലം MLA VP സജീന്ദ്രനും സജീവമായിട്ട് ഇടപെട്ടതോടെയാണ്. ഈ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി വരെ എറണാകുളം കളക്ടറേറ്റിൽ നീണ്ടുനിന്ന കടുംപിടുത്തങ്ങൾക്കും നാടകീയമായിട്ടുള്ള ചർച്ചകൾക്കും ഒടുവിലാണ് ബന്ധപ്പെട്ട കക്ഷികൾ ഒത്തുതീർപ്പ് വ്യവസ്ഥകളിൽ ഒപ്പുവെച്ചത് എന്നതാണ്. മലയിടം തുരുത്ത് കുടിയൊഴിപ്പിക്കൽ വിഷയത്തിൽ മാസീവ് സമവായത്തിൽ എത്തിച്ചേർന്ന കാര്യം സർക്കാർ ഹൈക്കോടതിയെ ഔദ്യോഗികമായിട്ട് അറിയിക്കുകയാണെന്ന്. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ അധികാരമേറ്റ ശേഷം നേരിട്ട ഏറ്റവും വലിയ ക്രമസമാധാന വെല്ലുവിളികളിൽ ഒന്നിനാണ് ഇതോടുകൂടി ശുഭകരമായിട്ടുള്ള അന്ത്യം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ഹൈക്കോടതി ഈ കേസ് വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് അഡ്വക്കേറ്റ് ജനറലിന്റെ പ്രത്യേക നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ 5 മണിക്കൂറോളം നീണ്ട മാരത്തൺ ചർച്ച കളക്ടറേറ്റിൽ നടന്നത്. കനത്ത തർക്കങ്ങൾക്കൊടുവിൽ ഉരുത്തിരിഞ്ഞ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ എന്ന് പറയപ്പെടുന്നത് ഇങ്ങനെയാണ്. ഈ ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് 5 സെന്റ് ഭൂമി വീതം നൽകും. നിലവിൽ ഈ കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്ന പര്യത്തുകാവിലെ 7 ദളിത് കുടുംബങ്ങൾക്ക് അവർ താമസിക്കുന്ന ഭൂമിയുടെ തൊട്ടു പിൻഭാഗത്തായിട്ട് 5 സെന്റ് ഭൂമി വീതം ഭൂമി ഉടമകളായിട്ടുള്ള ശങ്കരൻ നായരുടെ കുടുംബം സൗജന്യമായിട്ട് വിട്ടു നൽകും. പുതിയ റോഡും അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളും ഉണ്ടാകും. ഈ പുതിയ 5 സെന്റ് ഭൂമിയിലേക്ക് കുടുംബങ്ങൾക്ക് കടന്നു പോകുവാൻ ആവശ്യമായിട്ടുള്ള റോഡിനുള്ള സ്ഥലവും ഉടമകൾ തന്നെ സ്വന്തം ചെലവിൽ വിട്ടു നൽകും. 1000 ചതുരശ്ര അടി വീടും സ്പോൺസർഷിപ്പിലൂടെ സർക്കാർ മുൻകൈയെടുത്ത് ഒരു വർഷത്തിനുള്ളിൽ 1000 ചതുരശ്ര അടിയിൽ കുറയാത്ത ആധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള വീടുകൾ ഈ 7 കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു നൽകുകയും ചെയ്യും. അപ്പോൾ ഇവിടെ പുതിയ വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി അതിന്റെ താക്കോൽ ഈ കുടുംബങ്ങൾക്ക് കൈമാറുന്നത് വരെ പര്യത്തുകാവ് ഉന്നതിയിലെ വീട്ടുകാർക്ക് അവരുടെ നിലവിലെ വീടുകളിൽ തന്നെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടി കഴിയാം. നിലവിലെ സ്ഥലം നിൽക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കുന്ന മരങ്ങൾ മുറിച്ചെടുക്കുവാനുള്ള അവകാശവും ഈ കുടുംബങ്ങൾക്കുണ്ടാകും. ഉത്തരവാദിത്തം ഉദ്യോഗസ്ഥർക്കാണ്. കാരണം ഈ വീട് നിർമ്മാണം ഉൾപ്പെടെയുള്ള എല്ലാ നടപടിക്രമങ്ങളുടെയും പൂർണ്ണമായിട്ടുള്ള മേൽനോട്ട ചുമതല എന്ന് പറയപ്പെടുന്ന മൂവാറ്റുപുഴ RDO, DYSP എന്നിവർക്ക് മാത്രമായിട്ട് നൽകിയിരിക്കുകയും ചെയ്യുന്നു. കൂടാതെ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറെ നാളായി ഇരു വിഭാഗങ്ങളും തമ്മിൽ പോലീസുമായിട്ടൊക്കെ നടക്കുന്ന എല്ലാ സിവിൽ ക്രിമിനൽ കേസുകളും പരസ്പരം പൂർണ്ണമായിട്ടും പിൻവലിക്കുവാനും തീരുമാനമായിരിക്കും. ഇതൊരു വലിയ കാര്യമാണ്. 60 വർഷമായിട്ട് തീരാത്ത ഒരു ഭൂമി തർക്കം ഒരു മാസം അധികാരത്തിൽ എത്തുന്നതിന് മുമ്പ് ഒരു സർക്കാർ ചെയ്തു തീർക്കുക എന്നാൽ അത് വലിയ കാര്യമാണ്. മന്ത്രി റോജി എം ജോണും MLA VP സജീന്ദ്രനുമാണ് ഈ ചരിത്ര കരാറിൽ സാക്ഷികളായി ഒപ്പുവെച്ചിരിക്കുന്നത്. കളക്ടർ G പ്രിയങ്കയുടെ സാന്നിധ്യത്തിലായിരുന്നു ഇത്തരത്തിലുള്ള വലിയ ചർച്ച, മാരത്തോൺ ചർച്ച നടന്നത്. 60 വർഷം മുൻപ് തുടങ്ങിയ ഭൂമി തർക്കം ആണിത്. ഈ കഥ തുടങ്ങുന്നത് ഇന്നോ ഇന്നലെയോ അല്ല. കൃത്യമായി പറഞ്ഞാൽ ഏകദേശം 58 വർഷങ്ങൾക്ക് മുൻപാണ്. മലയിട തുരുത്ത് എന്ന് പറയപ്പെടുന്നിടത്ത് കണ്ണോത്ത് ശങ്കരൻ നായർ തന്റെ ഭൂമി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കാളുകുറുമ്പൻ അന്യായമായി കയ്യേറിയെന്ന് ആരോപിച്ചുകൊണ്ട് കോടതിയെ സമീപിച്ചതോടുകൂടിയാണ് ഈ ചരിത്രപരമായിട്ടുള്ള കേസിന്റെ തുടക്കം. പതിറ്റാണ്ടുകൾ നീണ്ട കനത്ത നിയമ പോരാട്ടത്തിനിടയിൽ ശങ്കരൻ നായരും കാളുകുറുമ്പനും മരണത്തിന് കീഴടങ്ങി. എന്നാൽ കേസ് അവിടെയും തീർന്നില്ല. ശങ്കരൻ നായരുടെ പെൺമക്കളുടെ മക്കൾ അവർ കേസ് അന്തസ്സായി ഏറ്റെടുത്ത് കോടതികളിൽ പോരാട്ടം തുടർന്നു. മുനിസിപ്പൽ കോടതിയും ഹൈക്കോടതിയും കടന്ന് കേസ് ഒടുവിൽ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതിയിലെത്തി. സുപ്രീം കോടതിയും വിധി പറഞ്ഞ് അത് ശങ്കരൻ നായരുടെ കുടുംബത്തിന് അനുകൂലമായിരുന്നു. അപ്പോൾ ഈ വിധിയുടെ പശ്ചാത്തലത്തിലാണ് പര്യത്തുകാവിലെ 7 ദളിത് കുടുംബങ്ങളെ അവിടുന്ന് ഒഴിപ്പിച്ച് ഭൂമി തിരിച്ചു പിടിക്കുവാൻ കോടതി ഉത്തരവിട്ടത്. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ 2023 സെപ്റ്റംബർ 7-നാണ് അഡ്വക്കേറ്റ് കമ്മീഷൻ ജയപാലിന്റെ നേതൃത്വത്തിൽ താലൂക്ക് സർവേയർ ഉൾപ്പെടെയുള്ള വൻ സംഘം ഭൂമി അളന്നു തിരിക്കുവാൻ ആദ്യമായിട്ട് പര്യത്തുകാവിലെത്തുന്നത്. എന്നാൽ തങ്ങളുടെ തലമുറകൾ ജീവിച്ച മണ്ണിൽ നിന്ന് ഇറങ്ങിപ്പോകില്ലെന്ന് പ്രഖ്യാപിച്ച് ഉന്നതി നിവാസികൾ ശക്തമായിട്ടുള്ള പ്രതിരോധം തീർത്തതോടുകൂടി കമ്മീഷൻ അന്ന് പരാജയപ്പെട്ട് മടങ്ങി. പിന്നീട് പലപ്പോഴായി 14 തവണ കമ്മീഷൻ സ്ഥലത്തെത്തിയെങ്കിലും നാട്ടുകാരുടെ പ്രതിസന്ധിയും പ്രതിഷേധവും ഒക്കെ കാരണം അളവ് തടസ്സപ്പെട്ടു. തുടർന്ന് കഴിഞ്ഞ മാർച്ച് 4-ന് ശക്തമായിട്ടുള്ള പോലീസ് സന്നാഹത്തോടുകൂടി നടപടിയെടുക്കുവാൻ കോടതി കർശന നിർദ്ദേശം നൽകിയെങ്കിലും തിരഞ്ഞെടുപ്പ് തിരക്കുകൾ ചൂണ്ടിക്കാട്ടി പോലീസ് അന്ന് പിൻവാങ്ങി. ഒടുവിൽ കഴിഞ്ഞ മെയ് 20-ന് പോലീസ് വൻ പടയുമായിട്ട് കമ്മീഷൻ വീണ്ടും മലയിടം തുരുത്തിലെത്തുന്നു. പ്രദേശം അക്ഷരാർത്ഥത്തിൽ യുദ്ധക്കളമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ പോലീസിന് മുന്നിലേക്ക് ചാടി വീഴും. പോലീസ് നടത്തിയ കടുത്ത നടപടിയിൽ നിരവധി ദളിത് കുടുംബങ്ങൾക്കും സമരക്കാർക്കും പരിക്ക് പറ്റുന്നു. കുടുംബങ്ങൾക്ക്
പൂർണ്ണ പിന്തുണയുമായിട്ട് പ്രതിപക്ഷമായിട്ടുള്ള CPM കൂടി രംഗത്തിറങ്ങിയതോടുകൂടി വിഷയം വൻ രാഷ്ട്രീയ കൊടുങ്കാറ്റായി മാറി. സതീശൻ സർക്കാരിന്റെ മാസ്റ്റർ സ്ട്രോക്ക് മെയ് 20 ചോരച്ചൊരിച്ചിലിന് പിന്നാലെ പ്രദേശം കടുത്ത സംഘർഷാവസ്ഥയിൽ ആയതോടുകൂടി VD സതീശൻ സർക്കാർ നയതന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾക്ക് തുടക്കം. ക്രമസമാധാന നില പൂർണ്ണമായിട്ടും തകരുമെന്ന ഘട്ടത്തിൽ കോടതി വിധി നടപ്പാക്കുന്നതിനൊപ്പം പാവപ്പെട്ട ദളിത് കുടുംബങ്ങളെ തിരുവാധാരമാക്കില്ല എന്ന ദൃഢനിശ്ചയത്തോടു കൂടിയാണ് സർക്കാർ ചർച്ചകൾക്ക് തുടക്കം. അപ്പോൾ അതിനായിട്ട് ഹൈക്കോടതിയിൽ നിന്നും പ്രത്യേക സമയം നീട്ടി വാങ്ങുകയും ചെയ്തു. മന്ത്രി റോജി എം ജോൺ, കളക്ടർ G പ്രിയങ്ക, VP സജീന്ദ്രൻ എന്നിവർ തുടർച്ചയായിട്ട് നടത്തിയ 4 തവണ ഇരുവിഭാഗങ്ങളുമായിട്ട് നടത്തിയ രഹസ്യ ചർച്ചകൾക്കൊടുവിലാണ് ഒടുവിൽ ഭൂവുടമകളെ കണ്ട് 5 സെന്റ് ഭൂമി വീതം വിട്ടു നൽകുവാൻ സമ്മതിപ്പിക്കുന്നത്. കോടതിക്ക് പുറത്തെ ഈ ചരിത്ര സമവായത്തിലൂടെ വലിയൊരു രാഷ്ട്രീയ ദുരന്തവും ചോരച്ചൊരിച്ചിലുമാണ് VD സതീശൻ സർക്കാർ ഒഴിവാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇരു കൂട്ടർക്കും സ്വീകാര്യമായിട്ടുള്ള കരാറാണ് ഒപ്പുവെച്ചത് എന്നും 1 വർഷത്തിനകം കരാറിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നടപ്പിലാക്കുമെന്നും മന്ത്രി റോജി എം ജോൺ പ്രതികരിക്കുകയും ചെയ്തു. കോടതിക്ക് പുറത്ത് പ്രശ്നപരിഹാരത്തിന് സാധിച്ചു, ഇരുകൂട്ടരും വിട്ടുവീഴ്ചകൾ ചെയ്തു, പതിറ്റാണ്ടുകളായിട്ടുള്ള പ്രശ്നം 20 ദിവസത്തിനുള്ളിൽ പരിഹരിക്കാൻ സാധിച്ചു എന്നതിൽ വലിയ സന്തോഷവും ആശ്വാസവുമാണ് മന്ത്രി അടക്കം രേഖപ്പെടുത്തിയത്. മുഖ്യമന്ത്രിയുടേത് വെറും വാക്കായിരുന്നില്ല, സർക്കാർ ഉത്തരവാദിത്തം നിറവേറ്റുകയായിരുന്നു. രാഷ്ട്രീയ വിജയം എന്ന നിലയ്ക്ക് ഇതിനെ കാണുന്നില്ല എന്നുകൂടി മന്ത്രി വ്യക്തമാക്കുമ്പോഴും ഒരാളുടെയും കണ്ണീർ വീഴാതെ പ്രശ്നം പരിഹരിക്കാനായിരുന്നു VP സജീന്ദ്രൻ MLA അടക്കമുള്ളവർ ഇതിനകത്ത് സഹകരിച്ചത്. മാനുഷിക പരിഗണന വെച്ചാണ് ഒത്തുതീർപ്പിലെത്തിയത് എന്ന് കക്ഷി ശങ്കരൻ നായരുടെ കുടുംബവും പ്രതികരിച്ചു. പ്രശ്നപരിഹാരത്തിന് ഏറ്റവും കൂടുതൽ ഇടപെട്ടത് MLA ആയിട്ടുള്ള VP സജീന്ദ്രനാണ്. മുൻ MLA PV ശ്രീനിധൻ വൺ മാൻ ഷോ കാണിച്ചു, ഞങ്ങളുമായി ചർച്ച നടത്താൻ പോലും തയ്യാറായില്ല. കഴിഞ്ഞ സർക്കാർ ചർച്ച ചെയ്തിരുന്നെങ്കിൽ പ്രശ്നപരിഹാരം നേരത്തെ തന്നെ ഉണ്ടാകുമായിരുന്നു. ഞങ്ങളുടെ ഭാഗം കേൾക്കാൻ കഴിഞ്ഞ സർക്കാർ തയ്യാറായില്ല എന്നുകൂടി കുടുംബം പ്രതികരിക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. കഴിഞ്ഞ സർക്കാർ സ്വീകരിച്ച പല തീരുമാനങ്ങളും ജനങ്ങൾക്ക് ഒരിക്കലും സ്വീകാര്യമായിരുന്നില്ല എന്നുള്ളതാണ്. PV ശ്രീനിധിനെ പോലുള്ള MLA മാർ ഇവിടുത്തെ നാട്ടുകാർക്ക് അല്ലെങ്കിൽ അയാളുടെ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഒരു തരത്തിലും പ്രയോജനം ചെയ്യുന്ന ഒരു വ്യക്തിയെയല്ല എന്നുള്ള തിരിച്ചറിവ് കൂടി അവർക്കുണ്ടായിരിക്കുന്നു. ഈ അവസാന നിമിഷം പുതിയ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ ആ അധികാരത്തിലെത്തി 1 ദിവസം 1 2 ദിവസം കഴിയുമ്പോൾ ഇത്തരത്തിലൊരു സമരവുമായി വരുവാനും അതിന് നേതൃത്വം കൊടുക്കുവാനും PV ശ്രീനിധൻ കാണിച്ച ഒരു വല്ലാത്ത ധൃതി ഉണ്ടല്ലോ, അത് നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല. എന്തിനായിരുന്നു ഇത്രയും വലിയ ധൃതി? ഇതെന്തുകൊണ്ട് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് PV ശ്രീനിധൻ കാണിച്ചില്ല? ഈ 10 വർഷം എന്തുകൊണ്ട് കാണിച്ചില്ല? അപ്പോൾ അതിലെ രാഷ്ട്രീയമൊക്കെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഈ സതീശൻ സർക്കാരിന് 1 മാസം തികയുന്നതിന് മുമ്പ് തന്നെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടാൻ കഴിഞ്ഞു. ഇവരെ കുടിയിറക്കാതെ അവിടെ തന്നെ കുടിവെച്ചു കൊടുക്കുവാൻ അവർക്ക് തയ്യാറാവുന്നു. ആ കുടിവെച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ 1000 സ്ക്വയർ ഫീറ്റിലൊരു പുതിയ അത്യാധുനിക മോഡലിലുള്ള വീട് വരെ വെച്ചു കൊടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് പ്രശ്നം 7 കുടുംബങ്ങൾക്കും അത്തരത്തിൽ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് സതീശൻ സർക്കാരിന് ലഭിക്കുന്ന ഒരു പൊൻതൂവൽ തന്നെയാണ്. കുടിയിറക്കാതെ കുടിവെച്ച് നൽകുന്നത് ഒരു ജനഹിതമാണ്.